ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിവിധ രാജ്യങ്ങളിലെ ജയിലുകളിലായി 10,000-കണക്കിന് ഇന്ത്യക്കാർ തടവറയിലുണ്ട് എന്നാണ് കേന്ദ്രം അറിയിക്കുന്നത്. ഇന്ത്യക്കാരായതുകൊണ്ട് അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഇന്ത്യക്കാർ എവിടെയും അഭിമാനമായിരിക്കണം എന്ന് തന്നെയാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും ആഗ്രഹം. പക്ഷേ ചെയ്ത തെറ്റിനും ചെയ്യാതെ പോയ തെറ്റുകൾക്കും വിവിധ രാജ്യങ്ങളിലായി ജയിലുകളിൽ 10,000-കണക്കിന് ഇന്ത്യക്കാർ തടവറയിലുണ്ട് എന്ന് അതാത് രാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത് പ്രകാരം കേന്ദ്ര സർക്കാർ ഡിക്ലെയർ ചെയ്തതാണ് ഈ വിവരം. 86 രാജ്യങ്ങളിലെ ജയിലുകളിലായി 10,000-കണക്കിന് ഇന്ത്യക്കാർ കഴിയുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചു. ഇതിൽ 2,684 ഇന്ത്യക്കാർ വിചാരണ കാത്ത് കഴിയുന്നതായും വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് രാജ്യസഭയിലെ ചോദ്യത്തിന് മറുപടി നൽകി. തൃണമൂൽ കോൺഗ്രസ് MP സഗേത് ഗോഖലെയുടെ ചോദ്യത്തിനാണ് മന്ത്രി മറുപടി നൽകിയത്. ഇത് പ്രകാരം സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ പേർ ജയിലിൽ കഴിയുന്നത്. 2,633 പേരാണ് വിവിധ കേസുകളിൽ സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്നത്. UAE-യിൽ 2,518 പേരും നേപ്പാളിൽ 1,317 പേരുമാണ് ജയിലിൽ കഴിയുന്നത്. ഖത്തറിൽ 611 പേര്, കുവൈത്തിൽ 387 പേര്, മലേഷ്യയിൽ 338 പേര്, UK-യിൽ 288 പേര്, പാകിസ്ഥാനിൽ 266 പേര്, ബഹ്റൈനിൽ 181 പേര്, ചൈനയിൽ 173 ആളുകൾ, അമേരിക്കയിൽ 169 ആളുകൾ, ഇറ്റലിയിൽ 168, ഒമാനിൽ 148 എന്നിങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിൽ ജയിലിൽ കഴിയുന്നവരുടെ എണ്ണം. വിചാരണ കാത്തുകിടക്കുന്ന തടവറക്കാരുടെ കൂട്ടത്തിലും സൗദി അറേബ്യയാണ് മുന്നിൽ നിൽക്കുന്നത്. 1,226 ഇന്ത്യക്കാരാണ് വിചാരണ കാത്ത് സൗദിയിലെ ജയിലുകളിൽ കഴിയുന്നത്. UAE-യിൽ 294 പേരും, ബഹ്റൈനിൽ 144 പേരും, ഖത്തറിൽ 123 പേരും, മലേഷ്യയിൽ 121 പേരുമാണ് വിചാരണ തടവുകാരുടെ കൂടെ കഴിയുന്ന മറ്റ് രാജ്യങ്ങളിലെ കണക്കുകൾ. 54 ഇന്ത്യക്കാർക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട് എന്ന് മുസ്ലിം ലീഗ് MP ഹാരിസ് ബീരാന്റെ ചോദ്യത്തിനും കീർത്തിവർദ്ധൻ മറുപടി നൽകി. UAE-യിലാണ് 29 പേര്. ഏറ്റവും കൂടുതൽ വധശിക്ഷയ്ക്ക് വിധി കാത്തു കിടക്കുന്ന ആളുകൾ UAE-യിലാണുള്ളത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരടക്കമുള്ളവർക്ക് സാധ്യമായിട്ടുള്ള സഹായങ്ങൾ ഇന്ത്യൻ മിഷൻസ് നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ജയിലിൽ കഴിയുന്ന ഇന്ത്യക്കാർക്ക് അപ്പീലിനുള്ളതും ദയാഹർജിക്കുള്ളതുമായിട്ടുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യക്കാരാണ് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് നമുക്ക് വല്ലാതെ വേദന തോന്നും. സ്വാഭാവികമാണ്. അമേരിക്ക ഇന്ത്യയിൽ എത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരാരെങ്കിലും അമേരിക്കയിലെ നിയമപ്രകാരമുള്ള കുടിയേറ്റ പട്ടികയിൽ വരുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കുറച്ചധികം അമേരിക്കക്കാർ ഇതുപോലെ അനധികൃതമായി കുടിയേറിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അവരെ കുടിയേറ്റക്കാരായിട്ട് ഇന്ത്യ പരിഗണിക്കുന്നു. ആ രാജ്യങ്ങളിൽ മതപരമായ രാജ്യത്ത്, ഇപ്പം അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സിറിയ, ഇറാൻ, ഇറാഖ് ഒക്കെ നമുക്കറിയാം. അവിടെ അവരുടെ മതം പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നിട്ട് അവര് കുടിയേറിയവരാണോ? അല്ല. ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഉള്ള സമ്പത്തെല്ലാം വിറ്റു പെറുക്കി പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയവരല്ലേ? സാമ്പത്തിക മോഹം തലയ്ക്ക് പിടിച്ചിട്ട് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയതല്ലേ? അമേരിക്കയിൽ പണം കായ്ക്കുന്ന മരമുണ്ടെന്ന് കരുതി അത് കുലുക്കി പണമെടുക്കാൻ വേണ്ടിയിട്ട് രാജ്യം വിട്ടവരല്ലേ? അപ്പൊ അവരൊക്കെ മനുഷ്യക്കടത്തുകാരു വഴി നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ അമേരിക്കയിലെത്തിയവരാണോ? അല്ലേ? അമേരിക്കയിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് പ്രവേശിക്കുന്ന ഉടനെ തന്നെ ആ രാജ്യത്തുള്ള മുഴുവൻ നിയമങ്ങളും അവർക്ക് ബാധകമായി തീരും. അമേരിക്കക്കാരൻ ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യയുടെ നിയമം അമേരിക്കക്കാരന് ബാധകമാണ്. അപ്പൊ അമേരിക്കൻ നിയമങ്ങളൊക്കെ അവർക്ക് ബാധകമായിരിക്കെ ആ നിയമങ്ങൾ തെറ്റിച്ച ആളുകളെ അമേരിക്ക എന്ത് ചെയ്യണം? സൈനിക വാഹനത്തിൽ മര്യാദക്കല്ലേ കൊണ്ടുവിട്ടത്? അവർ മര്യാദ പാലിക്കാതിരുന്നിട്ട് പോലും. ശരിക്ക് അവർ നിയമപരമായി അമേരിക്ക നൽകുന്ന ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്, സംശയമില്ല. അമേരിക്ക
അവരുടെ ഭരണഘടനാ നിയമപ്രകാരം എന്ത് ശിക്ഷയാണോ അവർക്ക് നൽകേണ്ടത് വിധിക്കുന്നത്, ആ ശിക്ഷ അവർ അനുഭവിച്ചേ മതിയാകൂ. കാരണം അവിടുത്തെ നിയമപ്രകാരം അവർ തടവിൽ കഴിയേണ്ടവരാണ്, ആ രാജ്യത്തെ ജയിലുകളിൽ കഴിയേണ്ടവരാണ് അവർ. പക്ഷെ അവരെ നാടുകടത്തുക വഴി ശിക്ഷയിൽ ശരിക്കു പറഞ്ഞാൽ അവർക്ക് മാനുഷികമായ പരിഗണനയാണ് ലഭിച്ചിരിക്കുന്നത്. അമേരിക്ക അവർക്ക് പരിഗണനയാണ് നൽകിയത്. ഇവിടെ നിയമപ്രകാരം ജീവിക്കുന്ന ഏതെങ്കിലും ഇന്ത്യക്കാർക്ക് പ്രശ്നമുണ്ടാവും. അവർക്ക് ഏതു മതവും വിശ്വസിക്കാനും ഏതു മതവും പ്രചരിപ്പിക്കാനും മതം മാറാനും ഒക്കെ സാധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ രാജ്യത്തില്ലേ. പിന്നെ എന്തിന്റെ പേരിലാണ് ഇവർ കുടിയേറ്റക്കാരായിട്ട് മാറുന്നത്? ഇവിടെ യുദ്ധ സാഹചര്യങ്ങളിൽ ആരെങ്കിലും അഭയാർത്ഥികളാക്കി പ്രഖ്യാപിക്കുന്നുണ്ടോ? ഇപ്പോ അവിടെ കഴിയുന്ന 55 ലക്ഷം ഇന്ത്യക്കാരിൽ നിലവിൽ രേഖകളില്ലാതെ ജീവിക്കുന്ന 18,000 ആളുകൾ മാത്രമാണ് ബ്ലാക്ക് ലിസ്റ്റിലുള്ളത് അമേരിക്കയുടെ. ഇത്തരം സാഹചര്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളും കുടിയേറ്റ നിയമം ലംഘിക്കുന്ന ആളുകളെ സംഘമായിട്ട് തന്നെ സ്വീകരിക്കുക ഇല്ല. അഫ്ഗാൻ സ്വീകരിക്കുന്നില്ല, ബംഗ്ലാദേശ് സ്വീകരിക്കുന്നില്ല, പാകിസ്ഥാൻ സ്വീകരിക്കുന്നില്ല. അതാത് രാജ്യങ്ങൾ അവരെ സ്വീകരിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. പാസ്പോർട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതാത് കോൺസുലേറ്റുകൾ വഴി ഡീപ്പോർട്ടേഷൻ നടക്കും. വേറെ വഴിയില്ലല്ലോ. അമേരിക്കയുടെ വിമാനം ഇന്ത്യയിൽ എത്തിയത് ഇന്ത്യയുടെ അനുമതി ഇല്ലാതെയാണോ? അല്ല. ഇന്ത്യയുമായി ചർച്ച നടത്തി, സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തി. ശരി, ഞങ്ങളുടെ രാജ്യത്തെ ആളുകൾ അവിടെ നിങ്ങളുടെ രാജ്യത്തിന്റെ നിയമം ലംഘിച്ച് കുടിയേറ്റക്കാരായി കഴിയുന്നുണ്ടെങ്കിൽ കൊണ്ടുവരൂ, ഞങ്ങൾ 2 കൈയും കൂട്ടി അവരെ സ്വീകരിക്കാം എന്ന് ഇന്ത്യ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുവന്നത്. അതല്ലാതെ ഒരു രാജ്യത്തിന്റെ അനുമതി ഇല്ലാതെ ഇന്ത്യൻ എയർ സ്പേസിൽ പോലും ഒരു രാജ്യത്തിന്റെ ഫ്ലൈറ്റിന് പ്രവേശിക്കാൻ സാധിക്കില്ല. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മാത്രമാണ് അമേരിക്കയുടെ സൈനിക വിമാനം ഇന്ത്യയിലേക്ക് പതിച്ചത്. കുടിയേറ്റക്കാരെ കൊണ്ടുവന്നത് എങ്ങനെയാ? ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ കുത്തി നിറച്ചാണോ? അല്ല. ഇവരാരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ പോരെ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാകത്തില്ലേ? അതുകൊണ്ട് ഒരു പക്ഷെ ബന്ധിപ്പിച്ചിട്ടുണ്ടാകാം. ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ 600 പേരെ വരെ കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ അതിനകത്ത് 105 പേരെ മാത്രമല്ലേ അമേരിക്ക കൊണ്ടുവന്നിട്ടുള്ളൂ. അതിലെല്ലാവർക്കും പാസഞ്ചർ സീറ്റ് അവർ അറേഞ്ച് ചെയ്തില്ലേ? ഭക്ഷണം നൽകിയില്ലേ? വെള്ളവും മറ്റു സൗകര്യങ്ങളും നൽകിയില്ലേ? ഇതേ വിമാനത്തിൽ ഇന്ത്യ ഉക്രൈൻ യുദ്ധ സമയത്ത് 600 വിദ്യാർത്ഥികളെയാണ് ഒരു ഗ്ലോബ് മാസ്റ്ററിൽ കൊണ്ടുവന്നത് എന്ന് മറക്കരുത്. അമേരിക്കൻ യുദ്ധവിമാനം ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണോ? അല്ല. US എയർഫോഴ്സിന്റെ വിമാനങ്ങൾ തുടർച്ചയായി ഇന്ത്യയിൽ എത്തുന്നില്ലേ? 12 ദിവസം മുമ്പ് ഒരു ജനുവരി 25 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ US-ന്റെ ഗ്ലോബ് മാസ്റ്റർ C-17 ലാൻഡ് ചെയ്തു. ഇൻഡോ പസഫിക് ഏരിയയിൽ US-ന്റെ ഏറ്റവും വലിയ ഡിഫൻസ് പാർട്ണറാണ് ഇന്ത്യ. US വിമാനം കുടിയേറ്റക്കാരെ എത്തിച്ചതിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. അമേരിക്ക പാസാക്കിയ ഏലിയൻ എനിമി നിയമപ്രകാരമാണ് ഈ നടപടി. ഔദ്യോഗികമായിട്ടുള്ള ഇന്ത്യൻ രേഖകളുള്ള പൗരന്മാരെ ഇന്ത്യ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് US സർക്കാരെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ചാണോ കൊണ്ടുവന്നത്? അവരെ വിലങ്ങണിയിച്ചതായിട്ടൊരു സ്ഥിരീകരണവും ഇതുവരെ വന്നിട്ടില്ല. പുറത്തു വന്ന ചില ചിത്രങ്ങളിലൊന്നും വിലങ്ങുകളില്ല. വിലങ്ങുള്ളതായിട്ട് പ്രചരിക്കുന്ന ചിത്രങ്ങളൊക്കെ ഗ്വാട്ടിമാലയിലെ തടവുകാരുടെ ആണ്. അത് ഇന്ത്യക്കാർ എന്ന് പ്രചരിപ്പിച്ച് വാർത്തകൾ പടച്ചുവിടുകയാണ് ചില മാധ്യമങ്ങൾ. ഇത്തരം സാഹചര്യത്തിൽ വിലങ്ങണിയിച്ചു കൊണ്ടുവരുന്നത് മനുഷ്യാവകാശ ലംഘനം അല്ല. കാരണം വരുന്നത് കുറ്റവാളികളാണ്. രാജ്യത്തിന് പുരസ്കാരം നേടാൻ വേണ്ടിയിട്ട് പോയ ആളുകളല്ല, നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ട ആളുകളാണ്. ഫ്ലൈറ്റ് യാത്രയായതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ സുരക്ഷ കൂടി കരുതി ഒരു പക്ഷേ ഹാൻഡ് കഫ് ധരിപ്പിക്കുന്നത് നിയമപ്രകാരം ശരിയാണ്. പിന്നെ എന്തിനാണ് ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ സ്പർദ്ധയുണ്ടാക്കി വിടുന്നത്? അമേരിക്കയെയും ഇന്ത്യയും തമ്മിൽ തെറ്റിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഇന്ത്യക്കാരെ അപമാനിച്ചു എന്ന് ഈ രാജ്യത്തിന് എന്തെങ്കിലും പത്മശ്രീ പുരസ്കാരം വാങ്ങാൻ വേണ്ടിയിട്ട് പോയവരാണോ? ഇന്ത്യൻ ഭരണത്തിലോ തീരുമാനമെടുക്കാനുള്ള അധികാരത്തിലോ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷിയിലോ നയതന്ത്ര ബന്ധങ്ങളിലോ ഒന്നും ഒരു റോളുമില്ലാത്ത ആളുകൾ ഇവിടെ വെറും കാഴ്ചക്കാരായിട്ട് മാത്രം ജീവിക്കുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ കുരുപൊട്ടലാണ് ഈ നിലവിളി. ഇന്ത്യൻ പരമാധികാരം മുറിപ്പെട്ടു എന്ന ഇവരുടെ പ്രചാരണം എങ്ങനെയാണ് ഭാരത സർക്കാർ നേരിടുന്നത്? അമേരിക്ക അവരുടെ രാജ്യ താല്പര്യം സംരക്ഷിച്ചതുപോലെ ഇന്ത്യയും ഇവിടുത്തെ രാജ്യ താല്പര്യം സംരക്ഷിക്കും.
അതിന് ഇവിടെയുള്ള അനധികൃത കുടിയേറ്റക്കാരെയും അവർക്ക് ഒത്താശ ചെയ്യുന്ന സ്വദേശികളായിട്ടുള്ള തീവ്രവാദികളെയും ഇതുപോലെ തന്നെ നാട് കടത്തണം, ജയിലിലിടണം, അവരുടെ സ്വത്ത് കണ്ടുകെട്ടണം, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യണം, അവർക്ക് വരുന്ന ഫണ്ടുകൾ തടയണം. ട്രംപ് ചെയ്യുന്ന നടപടികളാണ് ശരി, 100% ശരി. അതാണ് ജനാധിപത്യത്തിന് ഒരു ഉരുക്ക് മുഷ്ടിയുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ട്രംപ്. ഈ ഉരുക്ക് മുഷ്ടി ആർജവത്തോടുകൂടി പ്രയോഗിച്ചാൽ പിന്നെ ഒരു പ്രതിപക്ഷത്തിനും ഒരു ലെഫ്റ്റ് ലിബറൽ ശക്തികൾക്കും ഒരു കപട മനുഷ്യാവകാശ പ്രവർത്തകർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കോടതി പോലും വരുതിക്കപ്പുറം ചലിക്കില്ല. ഇന്ത്യൻ സർക്കാരിന് ഒരു വലിയ പാഠവും പ്രചോദനവുമാണ് ട്രംപ് ഭരണകൂടം. അമേരിക്ക എന്താണോ ചെയ്തത് അതേപോലെ ഇന്ത്യയും ചെയ്താൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. ഇന്ത്യയിൽ അനധികൃതമായി കുടിയേറിയിരിക്കുന്ന ആളുകളെ ഇതുപോലെ അവരുടെ രാജ്യത്തേക്ക് നാടുകടത്തണം. ഓരോ രാജ്യങ്ങളും ട്രംപിനെ പിന്തുടർന്ന അതേ തീരുമാനത്തിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യക്കാരെ കൊണ്ടുവന്നതിനെ മാത്രം ഇവർ വിമർശിക്കുന്നത്? അതായത് നമ്മൾ കൊണ്ടുപോകുന്ന ബംഗ്ലാദേശികൾക്കും ഇതേപോലെ പൂമാലയിട്ടിട്ടുള്ള സ്വീകരണം നൽകി കയ്യിൽ ഒരു കൈമടക്കം കൊടുത്തിട്ട് വരണമെന്നാണ് ഇവിടെയുള്ള മുക്കാൽ മീഡിയകൾ പ്രചരിപ്പിക്കുന്നത്. നന്ദി.